SFIക്കാരെ ആക്രമിച്ച KSU പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിയമത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ KSU ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ SFI പ്രവർത്തകർ ആശുപത്രിയിൽ തുടരുകയാണ്. കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതേസമയം അക്രമത്തിന് നേതൃത്വം കൊടുത്ത KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 പേരെ ചാലക്കുടി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരത്ത് ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്, തുടർ നിയമ നടപടികൾ എങ്ങനെയാണെന്നൊക്കെ. ശരത്ത്, ആദ്യം ആശുപത്രിയിൽ കഴിയുന്ന SFI പ്രവർത്തകരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? മനു, കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആശിഷ് കൃഷ്ണ, യൂണിറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഫിദൽ കാസ്ട്രോ, അതുപോലെ തന്നെ അഗ്നിവേശ്, ഈ 3 പേരാണ് പ്രധാനമായിട്ടും SFI പ്രവർത്തകരായിട്ട് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിനകത്ത് ആശിഷ് കൃഷ്ണയുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. തലയ്ക്കകത്ത് രക്തസ്രാവം ഇപ്പോഴുമുണ്ട്, ആന്തരിക രക്തസ്രാവം ഇപ്പോഴുമുണ്ട് എന്നാണ് നമുക്ക് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിദൽ കാസ്ട്രോയും ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തലയ്ക്ക് തന്നെ പരിക്കേറ്റിട്ടുള്ള അഗ്നിവേശിന് തലയിൽ 9 തുന്നലുകളാണുള്ളത്. അതിക്രൂരമായിട്ടാണ് SFI പ്രവർത്തകരെ KSU ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ ക്രൂരമായിട്ടാണ് ഡീസോൺ കലോത്സവം നടക്കുന്ന മാള ഹോളി ക്രേസ് കോളേജിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത്. നമ്മൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇവരുടെ പരിക്ക് വളരെ സാരമുള്ള പരിക്കാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള 3 പേരെ ഇന്നലെ രാവിലെ മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്നലെ വൈകിട്ട് ചാലക്കുടി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാരകായുധങ്ങളുമായി ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇനിയും കണ്ടാൽ അറിയുന്ന കുറച്ചധികം പേർക്കെതിരെ ഇത്തരത്തിൽ നടപടി വരാനുണ്ട്. അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും SFI ഇതിനെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് SFI നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം തന്നെ തൃശ്ശൂർ നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും SFI KSU നേതൃത്വം നൽകുന്ന ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിനാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുള്ളത്. മനു, തീർച്ചയായും ഇവിടെ ശരത്ത്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് നാട്ടിലുടനീളം ഇപ്പോൾ ചില KSU പ്രവർത്തകർക്കൊക്കെ ആദരം കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നു. നാട്ടുകാരൊക്കെ ആദരിച്ച് വിടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യ ദിവസം ഈ KSU പ്രവർത്തകരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളൊക്കെ നോക്കുമ്പോൾ വലിയ അട്ടഹാസവും കൊലവിളിയും ഒക്കെ ആയിരുന്നു കാണാൻ കഴിയും. ഇതാണ്ടാ KSU എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അട്ടഹാസങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ വലിയ നിശബ്ദതയായിരുന്നു മൊത്തത്തിൽ KSUവിൻ്റെ പേജുകളിൽ. ഈ നിയമ നടപടിയും കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ ആ ശൂരത്വമൊക്കെ അങ്ങ് പോയെന്ന് തോന്നുന്നു. ഈ ഗോകുലിനെയൊക്കെ ഇത്ര വേഗം പൊക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഗോകുൽ ഗുരുവായൂർ വലിയ ആത്മവിശ്വാസമാണ് ഈ സംഭവത്തിന് ശേഷം തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവെച്ച കുറിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും, അതിന് ഏത് മാർഗവും സ്വീകരിക്കും എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നലെ UDF നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ച് പറയുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, അത് പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച 3 പേരെ അതിവേഗം തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പ്രതികൾ കൂടിയുണ്ട്. അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ച സമീപനം സത്യത്തിൽ വളരെ മോശമാണ് ശരത്ത്. ഈ വിഷയത്തിൽ നോക്കൂ, ഇവിടെ ആ ആംബുലൻസിൽ നിന്നുള്ളൊരു പ്രവർത്തകൻ്റെ സെൽഫി, ഒരു KSU പ്രവർത്തകൻ്റെ സെൽഫി പുറത്തു വന്നിരുന്നല്ലോ. അതിൻ്റെ തലേദിവസം ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ SFIക്കാർ ആംബുലൻസ് തടഞ്ഞു, കൊലവിളി നടത്തി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ വലിയ ചർച്ച നടത്തിയത്. പിന്നീടല്ലേ വസ്തുത പുറത്തേക്ക് വരുന്നത്. ഇവർ ആംബുലൻസിൽ മുങ്ങുകയായിരുന്നു, രക്ഷപ്പെടുകയായിരുന്നു. ആ സെൽഫി പുറത്തു വന്നപ്പോൾ പലരും മാറ്റി പറയാൻ ശ്രമിക്കുന്നതും കണ്ടു. ഇവിടെ അടി കിട്ടുന്നത് SFI പ്രവർത്തകർക്കാണെങ്കിൽ അതായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളുടെ സമീപനമുണ്ടല്ലോ, അതൊക്കെ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു പോകേണ്ടത് തന്നെയാണ്. SFIക്കാർക്ക് അടി അല്ലെങ്കിൽ SFIക്കാർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അത് സംഘർഷമായി മാറുകയും തിരിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അത് കൊലവിളിയും അക്രമവുമായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം നിഷ്പക്ഷതയുണ്ടല്ലോ ഇവിടുത്തെ ചില ആളുകൾക്ക്. ഈ കഴിഞ്ഞ ദിവസം ഈ സെൽഫി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന സെൽഫി, ഈ ആംബുലൻസുമായി പോയ ഈ ആംബുലൻസ് SFIക്കാർ തടഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട്
ചിലരൊക്കെ വലിയ തോതിൽ പ്രഭാഷണം നടത്തുന്ന കഥാപ്രസംഗം നടത്തുന്നത് കാണാൻ കഴിഞ്ഞു. SFIക്കാർ ആംബുലൻസ് തടഞ്ഞ് വലിയ കൊലവിളി നടത്തിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ വസ്തുത പുറത്തു വന്നപ്പോൾ ഈ ആംബുലൻസിലാണ് ഈ അടി നടത്തിയതിനു ശേഷം ഇവരൊക്കെ രക്ഷപ്പെട്ടത്. ആ സെൽഫിയാണ് നമുക്ക് കാണാൻ, ആ ആംബുലൻസിനുള്ളിൽ നിന്ന് അവരുടെ ഒരു ആഘോഷ സെൽഫിയാണ് നമ്മൾ കണ്ടത്. ആ ആംബുലൻസ് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് SFIക്കാരെ വലിയ തോതിൽ ക്രൂശിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചത്. ശരത്ത്, ഞാൻ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നോക്കൂ, എത്രമാത്രം മോശമായിട്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് ചർച്ചയായിരുന്നത് ഇത്തരത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയിരുന്ന ആംബുലൻസ് SFI പ്രവർത്തകർ തടഞ്ഞ് ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മുഴുനീളെ വന്നിരുന്നത്. എന്നാൽ ഇന്നലെ രാവിലത്തോടു കൂടി ചിത്രം മാറുകയാണ്. കാരണം ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരല്ല, മറിച്ച് ഈ മാള ഹോളിക്രസ് കോളേജിൽ ഈ ഡിസോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകരെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ KSU പ്രവർത്തകരായിരുന്നു. കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ എന്നിട്ട് ഇത് ഫോട്ടോ എടുത്ത്, ഇതൊരു സെൽഫി എടുത്ത് അത് സ്റ്റാറ്റസ് ആക്കുകയാണ്. സ്റ്റാറ്റസ് ആക്കുന്നത് ഇങ്ങനെയാണ്: സേഫാണ്, നോം സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആംബുലൻസ് യാത്ര നോം സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ആക്കുന്നു. അവരുടെ ഒരു ആത്മവിശ്വാസമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതുപോലെ ആംബുലൻസ് ദുരുപയോഗം ചെയ്യുക, എന്നിട്ട് അത് വലിയ ഒരു സംഭവമായിട്ട് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിടുക, എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇരവാദം മുഴക്കുക. തങ്ങൾ ആക്രമിക്കപ്പെട്ടു, തങ്ങൾ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ഇരവാദം മുഴക്കുക. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് കൃത്യമായിട്ട് ഇത്തരത്തിൽ മുൻപ് SFI ആക്രമണം എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ ആളുകളൊന്നും KSU ഇത്തരത്തിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് മനു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് തന്നെയാണ് ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്നല്ല, ഈ ആംബുലൻസിലൊക്കെ ഇങ്ങനെയൊന്ന് സെൽഫി എടുക്കാനുള്ള ധൈര്യമൊക്കെ. ശരത്ത്, അതിന് മറ്റൊരിടത്തും പോകണ്ടെന്ന് ഇന്നലെ കണ്ടോ? ഈ ഗോകുൽ ഗുരുവായൂരിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് നിഖിൽ പൈലി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇട്ടൊരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. കണ്ടായിരുന്നോ അത്? ഈ നിഖിൽ പൈലി ആരാണെന്ന് ഞാൻ പറയാതെ ശരത്തിന് അറിയാമല്ലോ. ആ ധീരജിൻ്റെ നെഞ്ചിൽ കത്തി ഇറക്കിയ പ്രതിയാണ് അയാൾ. ധീരജ് കൊലപാതക കേസിലെ പ്രതിയാണ്. എൻ്റെ കുട്ടിയെന്നാണ് K. സുധാകരൻ അയാളെ വിശേഷിപ്പിക്കുന്നത്. ആ കൊലപാതകത്തിന് ശേഷം, അതിൽ പ്രതിയായതിനു ശേഷം അയാളുടെ സംഘടനയിൽ പ്രൊമോഷൻ നൽകുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സംരക്ഷിക്കാൻ കുടപിടിക്കുന്ന ഒരു നേതൃത്വം ഉള്ളപ്പോൾ പിന്നെ ഈ സെൽഫിയൊക്കെ എടുക്കുന്നതിൽ അവർക്ക് എന്താണെന്നേ പ്രശ്നം? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നേതൃത്വത്തിൻ്റെ വലിയൊരു പിന്തുണ ഇവർക്കുണ്ട്. ഇത്തരം അക്രമങ്ങൾക്ക് നടത്തുന്നവർക്കും ഇത്തരം ക്യാമ്പസുകളകത്ത് കുരുതിക്കളമാക്കുന്നതിനകത്തും ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണയുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തു വരുന്ന ആളുകളെ വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവർക്ക് വലിയ രീതിയിൽ ചുമതലകൾ വീണ്ടും വീണ്ടും കൂട്ടി നൽകുകയും ചെയ്യുന്ന ഒരു നേതൃത്വമുണ്ട് എന്നത് തന്നെയാണ് ഇത്തരം അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലും. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. നമുക്കത് കേൾക്കണം, അത് കാണുകയും ചെയ്യണം. എന്താണ് വസ്തുത എന്ന് കാണുകയും ചെയ്യണം. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ നിങ്ങളുടെ മുൻപിലേക്ക് വച്ചതായിരുന്നില്ല വസ്തുത. അവരെപ്പോഴും ഒരു പക്ഷത്താണ് നിൽക്കുന്നത്. അത് എന്നും എപ്പോഴും അവർക്ക് ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. അത് വലതുപക്ഷമാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. എന്താ ഇവിടെ ഒരു സുഹൃത്ത് എഴുതുന്ന ഒരു കാര്യം കൂടി രജീഷാണ് പറയുന്നത്. ഇതിലെ പത്രവാർത്ത മനോരമ പത്രം ആംബുലൻസ് 15 കിലോമീറ്റർ തുടരെ ആക്രമിച്ചു എന്നാണ്. മാതൃഭൂമി പറയുന്നു അത് 2 കിലോമീറ്റർ കുറച്ച് 13 ആക്കിയെന്ന്. ചിത്രം മാറിയപ്പോൾ യഥാർത്ഥ വാർത്ത മുഖ്യധാരയല്ല മുഖ്യധാരയാണ് എന്നാണ് രജീഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുകയാണെങ്കിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിനടക്കം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം അങ്ങനെയല്ലേ അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത്. ആംബുലൻസ് എന്ന് പറയുന്നത് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്, അതല്ലാതെ അക്രമികൾക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനമല്ല എന്ന് കൂടി നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും.